സ്വാഗതം. ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ടോണി. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? നമ്മൾ എത്ര രൂപയുടെ ഇൻഷുറൻസ് കവറേജ് എടുക്കണം? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക? ചില ഫെസിലിറ്റീസ് ഏതൊക്കെ കമ്പനികൾ നടത്തുന്നത്? അത് അപ്പോൾ ഏറ്റവും നല്ലൊരു കമ്പനി നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഇതിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് പറയാം, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലൊരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ളൊരു ഇഷ്യൂ വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ബില്ല് വരും. നമുക്ക് അങ്ങനെയുള്ള ബില്ല് കവർ ചെയ്യാൻ വേണ്ടി, മെഡിക്കൽ ബിൽസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹാർഡ് ആൻഡ് മണി നമ്മളവിടെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളൊരു ബാധ്യതയിലേക്ക് പോകും. അതേസമയം ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ കമ്പനി, അവരുടെ പർട്ടിക്കുലർ കമ്പനി ആ ഇൻഷുറൻസ് കവറേജ് ഉള്ളത് കൊണ്ട് തന്നെ ആ ബില്ലെല്ലാം അതിൽ കവർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് നമ്മളുടെ വീട്ടിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഏജ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളുടെ എപ്പോഴും പ്രീമിയം എന്ന് പറയുന്നത് നമ്മുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓരോ ഏജ് ബാൻഡ് കടക്കുമ്പോഴും നമ്മുടെ പ്രീമിയത്തിൽ വ്യത്യാസങ്ങൾ വരും. കാരണം നമുക്കറിയാം, അത് റിസ്ക് ഫാക്ടർ കയറുകയാണ്. പ്രീമിയം നമ്മുടെ ഏജ് കയറുന്നതനുസരിച്ച് റിസ്ക് ഫാക്ടർ കയറുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. എപ്പോഴും നമ്മളൊരു ഫാമിലി ഫ്ലോട്ടറായിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ നമ്മുടെ ഏജിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടി ഒരു പ്രധാന കാര്യമാണ്. നമ്മൾ എത്ര കവറേജ് എടുക്കണം എന്നുള്ളത്. നമുക്ക് എപ്പോഴും ഒരു 5 to 10 lakhs അല്ലെങ്കിൽ 10-15 lakhs 20 lakhs അങ്ങനെ പല റേഞ്ചുകളിലും നമുക്ക് അതിന് അപ്പോൾ എത്ര എമൗണ്ടിലേക്ക് നമുക്ക് എടുക്കാവുന്ന പോളിസികൾ ഉണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, നമ്മുടെ ഏജ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ കവറേജ് എടുക്കുക. ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യങ് ഏജ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രീമിയം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു സീനിയോറിറ്റി എപ്പോഴും ഉണ്ടാവും. കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഹെൽത്ത് അഡ്വൈസറുടെ സേവനമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ ഒരു സർവീസ് എടുക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടൊക്കെ നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻസ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എങ്ങനെയുള്ള ഒരു പോളിസിയാണ് വേണ്ടത്, എത്ര രൂപയുടെ കവറേജ്, ഇതെല്ലാം നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അതനുസരിച്ച് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഓൺലൈനിലോട്ട് ഇൻഷുറൻസ് എടുക്കാൻ പോയിട്ട് അവർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങൾ, അങ്ങനെ ഒത്തിരി കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പലർക്കും അവരുടെ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പോലും അറിയില്ല. ഞാനൊരു ഓൺലൈൻ ഇൻഷുറൻസ് ആണ് എടുത്തത്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആരെയും വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ കിട്ടുന്നില്ല. ഓക്കെ. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ചില ഫിനാൻസ് കമ്പനികൾ അവരുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ലോൺ പ്രൊഡക്റ്റോ മറ്റോ സെല് ചെയ്യുമ്പോൾ അവർ ഒരു ഇൻഷുറൻസ് ചിലപ്പോൾ ചിലരെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ അവർ അത് മാർക്കറ്റിംഗ് മാത്രമായിട്ട് കണക്കാക്കുമ്പോൾ ചില ഡിസ്പ്യൂട്ടുകളിലേക്ക് പോകാം. എക്സിസ്റ്റിംഗ് ഡിസീസസ് അതിനെപ്പറ്റിയും ചോദിച്ചിട്ടുണ്ടാവില്ല. ഇൻഷുറൻസിൽ നമുക്കൊരു ക്ലോസ് ഉണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ഡിസീസസ് പ്രീ എക്സ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ പലപ്പോഴും നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അത് ഡിസ്പ്യൂട്ടിലേക്ക് പോകും, നമുക്ക് പൈസ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് യങ് കപ്പിൾസിനൊക്കെ ആണെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. അങ്ങനെയുള്ള പ്ലാനുകൾക്ക് ചില വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ സീനിയർ സിറ്റിസൺസിനെ പറ്റിയ പ്ലാനുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനുകളിൽ വേണ്ടവർക്ക് അതിലോട്ട് പോകുക. ചില കസ്റ്റമേഴ്സിന് അവർ പറയാറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ അവരുടെ ആ ഒരു കണ്ടീഷൻസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ആ പോളിസിയിൽ എടുക്കുകയാണെങ്കിൽ ഡേ 1 തുടങ്ങി കവറേജ് കൊടുക്കുന്ന ചില പ്ലാനുകൾ ചില കമ്പനികൾ കൊടുക്കുന്നുണ്ട്. അതായത് ABCD കണ്ടീഷൻസ് എന്ന് പറയും. അതെല്ലാം കവർ ചെയ്യുന്ന പ്ലാനുകളും ഇന്ന് ലഭ്യമാണ്. റൈഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, പേഴ്സണൽ ആക്സിഡൻറ്റ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്, ഇങ്ങനെയുള്ളത് നമുക്ക് സ്പെഷ്യലായിട്ട്, അതായത് ഫിക്സഡ് ബെനിഫിറ്റ് പ്ലാൻ എന്ന് പറയും. അത് നമുക്ക് അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു, നമുക്കൊരു പ്രത്യേക ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് നമുക്ക് കയ്യിലേക്ക് തരുന്ന ഒരു പ്രോസസ്സാണത്. ചില കമ്പനികൾ മിക്കവാറും തന്നെ അവരുടെ ഇയർലി ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്രൈറ്റീരിയ അവർ പറയും, അതനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇയർലി ഹെൽത്ത് ചെക്കപ്പ് എടുക്കാൻ. അതുപോലെ തന്നെ അവരുടെ
ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് പിന്നെ കസ്റ്റമേഴ്സിന് ഓൺലൈൻ ഡോക്ടർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽനസ് കെയർ പ്രോഗ്രാമുകൾ, എക്സസൈസുകൾ, യോഗ പോലുള്ള ക്ലാസ്സുകൾ, അതെല്ലാം അവർ ചിലത് ഓൺലൈനിൽ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അത് ഓരോ പ്ലാനുകൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതുപോലെ ഹെൽത്ത് റിട്ടേൺസ് കൊടുക്കുന്ന ചില കമ്പനികളുണ്ട്. നമ്മൾ ഇത്ര സ്റ്റെപ്പ് നടക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളെ അത് കണക്കാക്കിയിട്ട് നമുക്ക് ഒരു ഇത്ര പെർസെൻറ്റേജ് വെച്ച് 30%, 50%. പക്ഷെ അങ്ങനെ ഒരു ഡിസ്കൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് റിന്യൂ ചെയ്യുന്ന സമയത്ത് റിട്ടേൺസ് ആയിട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ടുകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പുതിയ പ്ലാനുകളെ പറ്റി അറിയാനോ ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.